ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു വേൾഡ് ഓഫ് ലേണിംഗ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 7th ക്ലാസ്സിലെ ഗ്ലിംസസ് ഓഫ് ദ എമിറേറ്റ്സ് എന്ന് പറഞ്ഞ ചാപ്റ്ററാണ്. ഇത് ഒരു ട്രാവൽ നോട്ടാണ്. ട്രാവൽ നോട്ട് എന്ന് പറയുമ്പോൾ ഒരു യാത്രയ്ക്ക് ശേഷം ആ യാത്രയെ വിവരിച്ച് ഒരു വ്യക്തി എഴുതുന്ന ഒരു കുറിപ്പാണിത്. അപ്പം ഇതെന്തല്ല, ഇതിൻ്റെ ഓതർ ആരാന്നുള്ളത് വെളിപ്പെടുത്തിയിട്ടില്ല, ഒരു അനോണിമസ് ഓതറാണ്. അപ്പം നമുക്ക് ആ ചാപ്റ്ററിലേക്ക് ഡയറക്റ്റ് പോവാം. So listen, what would await an accident tourist in UAE? I wondered as I came out of the airport into the open air. അദ്ദേഹം ഈ ട്രാവൽ നോട്ട് തുടങ്ങുന്നത് തന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ്, ഒരു അതിശയോക്തിയോടുകൂടിയാണ് തുടങ്ങുന്നത്. അതായത് പിന്നെ ഒരു ആക്സിഡൻ്റ് ടൂറിസ്റ്റായ എന്നെ UAEയിൽ എന്തൊക്കെയായിരിക്കും കാത്തിരിക്കുന്നത്. I wondered as I came out of the airport into the open air. ഞാൻ എയർപോർട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ തന്നെ അത്ഭുതത്തോടെ കാത്തിരിക്കുകയാണ്, എന്തൊക്കെയാണ് UAE എനിക്ക് വേണ്ടി കാത്തുവച്ചിരിക്കുന്നത്. വൈ ദ ഓതർ ഈസ് കോൾഡ് ആസ് ആക്സിഡൻ്റൽ ടൂറിസ്റ്റ്. എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് ആക്സിഡൻ്റൽ ടൂറിസ്റ്റ് എന്ന് വിചാരിക്കുന്നത്? അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് നെക്സ്റ്റ് ലൈനിൽ തന്നെ ഉണ്ട്. യെസ്, ഐ വാസ് ആൻ ആക്സിഡൻ്റൽ ടൂറിസ്റ്റ്. I had been to Oman to stay with my niece. എന്താണ് ആക്സിഡൻ്റ് ടൂറിസ്റ്റ് എന്ന് അദ്ദേഹം സ്വയം വിശേഷിപ്പിക്കാനുള്ള കാര്യം, അദ്ദേഹം എന്ത് ചെയ്യാണ്, ഒമാനിലേക്ക് അദ്ദേഹത്തിൻ്റെ ഒരു കസിൻ്റെ കൂടെ സ്റ്റേ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു പ്ലാൻ ചെയ്യുന്നത്. പക്ഷേ ആ പ്ലാനിങ് ഒക്കെ മാറി അവിചാരിതമായി ഇപ്പോൾ അദ്ദേഹം എത്തിയിരിക്കുന്നത് എവിടെയാണ്? UAEയിലാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിനെ അവിടെ ഒരു ആക്സിഡൻ്റ് ടൂറിസ്റ്റ് എന്ന് അദ്ദേഹം തന്നെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. Then I had just cruised in 2 days on my way back home. ഇവിടെ I had just cruised in 2 days on my way back home എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? സ്ക്യൂസ്ഡ്, സാധാരണ ഇംഗ്ലീഷിൽ സ്ക്യൂസ്ഡ് എന്ന് പറയുമ്പോൾ ഒരു മീനിങ് വരിക പിഴിയുക എന്നുള്ളതൊക്കെയാണ്. പക്ഷേ ഇവിടെ എന്താണ് സ്ക്യൂസ്ഡ് ഇൻ 2 days on my way back home എന്ന് ഉദ്ദേശിക്കുന്നത് 2 ദിവസത്തിനുള്ളിൽ, അതായത് ഒരു വിത്തിൻ ലിമിറ്റഡ് പീരീഡ് ഓഫ് ടൈം, ഒരു വളരെ കുറഞ്ഞ ടൈമിനുള്ളിൽ കുറേ കാര്യങ്ങൾ അദ്ദേഹത്തിന് ചെയ്ത് തീർക്കേണ്ടി വന്നു. അതിൻ്റെ ഒരു കൺജസ്റ്റനും ടയേർഡൊക്കെയാണ് ആ ഒരു വേർഡ് കൊണ്ട് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ബട്ട് 2 days were enough to give me an eyeful and plenty of food for thought. ഇവിടെ എന്താണ്, പക്ഷേ ആ 2 ദിവസം തന്നെ അദ്ദേഹത്തിന് എന്തായിരുന്നു, വളരെയധികം കാര്യങ്ങൾ, അതായത് ഇറ്റ് ഗീവ് മീ ആൻ ഐഫുൾ ആൻഡ് പ്ലെൻറ്റി ഓഫ് ഫുഡ് ഫോർ തോട്ട് മീൻസ് അദ്ദേഹത്തിന് ചിന്തിക്കാനും കാണാനും കുറേയധികം കാര്യങ്ങൾ ഈ യാത്രയിലൂടെ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. അത് ഏകദേശം ഒരു 2 ദിവസം മാത്രമായിരുന്നെങ്കിൽ കൂടി ഒരുപാട് അനുഭവങ്ങൾ ഈ യാത്രയിലൂടെ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. ദ ഡെൻസ് ക്ലൗഡ്സ് hovering above the wings of the aircraft had already given me an eyeful. ഇവിടെ അദ്ദേഹത്തിൻ്റെ ഫസ്റ്റത്തെ ഒരു വ്യൂവിനെ പറ്റിയിട്ടാണ് പറയുന്നത്. ദ ഡെൻസ് ക്ലൗഡ്സ് അവറിങ് അബവ് ദ വിങ്സ് ഓഫ് ദ എയർക്രാഫ്റ്റ്. ആ എയർക്രാഫ്റ്റിൻ്റെ വിങ്സിന് മുകളിലായിട്ട് ഇങ്ങനെ ക്ലൗഡ്സ് അവർ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് സമയം അതേ രീതിയിൽ നിൽക്കുക എന്നുള്ളതാണ്. ആ ഒരു പിക്ചർ നമുക്ക് നോക്കാം. അവറിങ് ദ ക്ലൗഡ് എന്നുദ്ദേശിക്കുന്നത് ഈ ഒരു സിറ്റുവേഷനാണ്. അതായത് ആ എയർക്രാഫ്റ്റിൻ്റെ വിങ്സിൻ്റെ മുകളിൽ കൂടി നോക്കുന്ന സമയത്ത് ആ മേഘങ്ങളിങ്ങനെ ഒരേ സ്ഥലത്ത് തന്നെ ഇങ്ങനെ നിലയുറപ്പിച്ചിരിക്കുന്ന ആ ഒരു വ്യൂവിനെയാണ് അദ്ദേഹം അവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. അടുത്തതായിട്ട് അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആൻഡ് ദ ഡെസേർട്ട് വിച്ച് സീം ടു സ്ട്രെച്ച് എൻഡ്ലെസ്ലി വാസ് എ സ്പെക്ടക്കിൾ ടു. അടുത്തതായിട്ട് അദ്ദേഹം കണ്ട ഒരു വ്യൂ എന്ന് പറയുന്നത് എവിടെയാണ് അവസാനം എന്നറിയാണ്ട് ഇങ്ങനെ നീണ്ടു കിടക്കുന്ന മരുഭൂമിയാണ്. ആ ഒരു വ്യൂവും അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം വളരെയധികം എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു മൊമെൻ്റ് ആയിരുന്നു. അപ്പം ആ ഒരു വ്യൂവിൻ്റെ പിക്ചർ നമുക്ക് കാണാം. രീതിയിൽ ഇങ്ങനെ പരന്ന് കിടക്കുന്ന അവസാനം എവിടെയാണെന്ന് മനസ്സിലാവാത്ത ആ ഒരു ഡെസേർട്ടിൻ്റെ വ്യൂ അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം വളരെയധികം എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു മൊമെൻ്റ് ആയിരുന്നു. The long drive in my friend Ashokan's car from Ras Al Khaimah to Abu Dhabi was a memorable experience.
അതായത് അദ്ദേഹത്തിൻ്റെ ഫ്രണ്ടായ അശോകിൻ്റെ കാറിൽ അൽഖൈമ തൊട്ട് അബുദാബി വരെയുള്ള യാത്രയൊക്കെ വളരെയധികം മെമ്മറബിളായ ഒന്നായിരുന്നു, അദ്ദേഹത്തിന് മറക്കാൻ സാധിക്കാത്ത ഒന്നായിരുന്നു. ആൻഡ് വി നെവർ ഗോട്ട് ടയേർഡ് ഓഫ് സ്റ്റോപ്പിംഗ് ആൻഡ് വെഞ്ചറിങ് ഔട്ട് ഇൻ ടു ദ ബീച്ച്. അവരെന്തായില്ല, ഒരിക്കലും ടയേർഡ് അല്ലെങ്കിൽ സ്റ്റോപ്പായിട്ടില്ല. ആ യാത്ര അത്രയധികം അവർ എൻജോയ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ദേ വർ വെഞ്ചറിങ് ഔട്ട് ഇൻ ടു ദ ബീച്ച്. വെഞ്ചറിങ് മീൻസ് ഒരു കുറച്ച് റിസ്കി ആയിട്ടുള്ള ട്രാവലിങ്ങിനെയാണ് വെഞ്ചറിങ് എന്ന് പറയുക. ഇങ്ങനെ ഇച്ചിരി റിസ്ക് ഒക്കെ ഉള്ള ട്രാവലിംഗ് ആണെങ്കിൽ പോലും അവരെ ബീച്ചിലേക്ക് എത്തിച്ചേർന്നു. ദ സീ ഹാഡ് ദ സെയിം സെറീൻ അപ്പിയറൻസ് എവരിവേ. ആ സീനെ പറ്റി പറയുന്ന സമയത്ത് എല്ലാ സ്ഥലങ്ങളിലും എന്താണ് ദറ്റ് സെറീൻ അപ്പിയറൻസ് വരുത്. സെറീൻ അപ്പിയറൻസ് മീൻസ് വളരെയധികം കാം ആൻഡ് ക്വയറ്റായ, വളരെ നിശബ്ദതയോടെ ഒരു ശാന്തതയോടെയാണ് ആ സീ എല്ലായിടത്തും ഒഴുകുന്നത്. ആൻഡ് വൺ ഫീൽസ് എ കൈൻഡ് ഓഫ് ഹെവൻലി ബ്ലിസ് അറ്റ് ദീസ് ക്വയറ്റ് ബീച്ചസ്. ആരെങ്കിലും ഒരാൾ അവിടെ ആ ഒരു ബീച്ചിൻ്റെ അടുത്ത് വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് എന്തായാലും ഒരു ദൈവികമായൊരു അന്തരീക്ഷമാണ് അവിടെ ഫീൽ ചെയ്യുക. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? കാരണം അത്രയും ശാന്തതയോടെ വളരെ എന്താ പറയുക, വളരെ ശാന്തതയോടുകൂടിയാണ് അത് ആ ഒരു സീ ഒഴുകുന്നത്. അപ്പം അവിടെ ഒരു ദൈവികമായൊരു അറ്റ്മോസ്ഫിയർ ഫീൽ ചെയ്യുന്നുണ്ട്. സോ അറ്റ് സെയ്ഹാൻ ഇൻ അബുദാബി ഐ കോട്ട് സൈറ്റ് ഓഫ് സംതിങ് അൺഎക്സ്പെക്റ്റഡ്. അദ്ദേഹത്തിന് അബുദാബിയിലെ ഒരു ടൗണാണ് സ്വീഹാൻ എന്ന് പറയുന്നത്. അവിടെ വെച്ചൊരു പ്രതീക്ഷിക്കാത്തൊരു കാഴ്ച അദ്ദേഹം കാണുകയാണ്. എന്താണ്? ഇറ്റ് വാസ് ദ എൻട്രൻസ് ടു ദ നൂർ അബുദാബി സോളാർ പ്ലാന്റ്. ആ കാഴ്ച എന്തായിരുന്നു? അത് നൂർ അബുദാബി സോളാർ പവർ പ്ലാന്റിലേക്കുള്ള എൻട്രൻസ് ആയിരുന്നു. ഇറ്റ് ഈസ് ദ ലാർജസ്റ്റ് സിംഗിൾ സൈറ്റ് സോളാർ പവർ പ്ലാന്റ് ഇൻ ദ വേൾഡ്, പ്രൊഡ്യൂസിങ് എ സ്റ്റുപ്പൻഡസ് 1 ഗിഗാവാട്ട് ഓഫ് പവർ. എന്താണ് അത്? ഈ ലോകത്തിൽ വെച്ചിട്ട് ഏറ്റവും വലിയ ഒരു സിംഗിൾ സൈറ്റ് സോളാർ പവർ പ്ലാന്റ് ആണ്. 1.2 ഗിഗാവാട്ട് ഓഫ് പവർ അത് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഓഫ് കോഴ്സ് ടൂറിസ്റ്റ് ആർ നോട്ട് അലൗഡ് ഇൻസൈഡ്. അന്ന് പക്ഷെ എന്ത് ചെയ്യാൻ പറ്റിയിട്ടില്ല, അതിൻ്റെ അകത്തേക്ക് കയറിയിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, കാണാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടില്ല. ടൂറിസ്റ്റിന് അതിനുള്ള പെർമിഷൻ ഇല്ല. ഐ ഹാഡ് ടു സാറ്റിസ്ഫൈ മൈസെൽഫ് വിത്ത് ദ മാഗ്നിഫിഷ്യൻറ്റ് ഫോട്ടോഗ്രാഫ്സ് ഓഫ് ദ പവർ പ്ലാന്റ് ഓൺ ദ നെറ്റ്. അതുകൊണ്ട് അദ്ദേഹത്തിന് എന്ത് ചെയ്യേണ്ടി വന്നു? നെറ്റിലൊക്കെയുള്ള ആ പവർ പ്ലാന്റിൻ്റെ പിക്ചറൊക്കെ കണ്ട് സ്വയം ആശ്വസിക്കേണ്ടതായിട്ട് വന്നു. ദ പ്ലാന്റ് ഹാസ് ആൻ അമേസിങ് 3.2 മില്യൺ സോളാർ പ്ലാനറ്റ്സ്. ആ പ്ലാന്റിൽ ഏകദേശം 3.2 മില്യൺ സോളാർ പാനൽസ് ഉണ്ട്. ഐ വിഷ് ടൂറിസ്റ്റ് വർ ഗിവൺ ആൻ ഏരിയൽ വ്യൂ ഓഫ് ദ പ്ലാന്റ്. അദ്ദേഹം ആഗ്രഹിച്ചു പോവാണ്, അറ്റ്ലീസ്റ്റ് അവിടെ പോകുന്ന ടൂറിസ്റ്റിന് എന്തെങ്കിലും സാധിക്കണം, അതിൻ്റെ ഒരു ഏരിയൽ വ്യൂ കാണാനുള്ള ഒരു സിറ്റുവേഷൻ എങ്കിലും ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുകയാണ്. ആണ് നൂർ അബുദാബി പവർ പ്ലാന്റിൻ്റെ ഒരു വ്യൂ എന്ന് പറയുന്നത്. ഇത് കാണുമ്പോൾ തന്നെ അറിയാം, വളരെയധികം പാനൽസ് കൂടി ചെന്നിട്ടുള്ളൊരു സിംഗിൾ സൈറ്റ് സോളാർ പവർ പ്ലാന്റ് ആണ്. Was able to view the imposing Burj Khalifa, the tallest building in the world. നെക്സ്റ്റ് അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിൻ്റെ ബൂർജ് ഖലീഫ കണ്ടപ്പോഴുള്ള ഒരു എക്സ്പീരിയൻസ് ആണ്. ക്ലൈംബിങ് ഇറ്റ് ഓൾ ദ വേ അപ്പ് വുഡ് ടേക്ക് യു ടു ദ ടോപ്പ് ഓഫ് ദ വേൾഡ്. അതിന് ബൂർജ് ഖലീഫയിൽ കയറാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അതെന്ത് ചെയ്യും? നിങ്ങളെ ഈ ലോകത്തിൻ്റെ നെറുകയിൽ എത്തിക്കുന്ന ഒരു ഫീലായിരിക്കും നിങ്ങൾക്കത് നൽകുക. ഓഫ് കോഴ്സ് ഐ കുഡ് നോട്ട് ഡു ഇറ്റ്. അദ്ദേഹത്തിന് പക്ഷെ എന്ത് ചെയ്യാൻ സാധിച്ചില്ല? ബൂർജ് ഖലീഫയിൽ കയറാനായിട്ട് സാധിച്ചില്ല. A boat ride at Burj Dubai late in the evening was a fascinating experience. നെക്സ്റ്റ് ആയിട്ട് അദ്ദേഹം പറയുന്ന ഒരു എക്സ്പീരിയൻസ് പറയുന്നത് ബുർജ് ദുബായിലുള്ള ആ ഒരു ബോട്ട് റൈഡിനെ പറ്റിയിട്ടാണ്. ആൻഡ് ദ ഡാസ്ലിംഗ് ലൈറ്റ്സ് ആൻഡ് ദെയർ റിഫ്ലക്ഷൻ ഓൺ ദ ക്രീക്ക് ഗിവ് യു എ ഫീലിംഗ് ഓഫ് ബീങ് ഔട്ട് ഓഫ് ദ വേൾഡ്. അതായത് ആ നല്ല ബ്രൈറ്റായിട്ടുള്ള ആ ലൈറ്റ്സിൻ്റെ ആ ഒരു വെള്ളത്തിൻ്റെ ഒരു നാരോ വാട്ടർ പാത്ത് ഉണ്ടാവും അവിടെയൊക്കെ. ആ ഒരു പാത്തിലുള്ള എന്താണ് ആ റിഫ്ലക്ഷൻ കാണുക എന്ന് പറയുന്നത് ഭയങ്കര ഒരു ഫീലാണ്. ആൻഡ് വി വിൽ തിങ്ക് ലൈക്ക് ദാറ്റ് ബീയിങ് ഔട്ട് ഓഫ് ദ വേൾഡ്. ലോകത്തിൻ്റെ പുറത്തെത്തിയ ഒരു ഫീലിംഗ് ആണ് കിട്ടുക എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. ആൻഡ് ഇറ്റ് വാസ് ഓൺലി മാച്ച്ഡ് ബൈ എ റൈഡ് ഓൺ ദ മെട്രോ ഫ്രം അൽ നദ ടു സ്റ്റേഡിയം.
അതായത് ഈ ഒരു വ്യൂവിനോട് മാച്ച് ചെയ്ത് നിൽക്കാൻ പറ്റുന്ന വ്യൂ എന്ന് പറയുന്നത് അല്ലെങ്കിൽ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് അത് ആ മെട്രോ റൈഡാണ്. അൽനദ തൊട്ട് സ്റ്റേഡിയം വരെയുള്ള മെട്രോ റൈഡ് മാത്രമാണ് ഇതുമായിട്ടൊന്ന് താരതമ്യപ്പെടുത്തി നിൽക്കാൻ പറ്റുന്ന ഒരു എക്സ്പീരിയൻസ്. Watching the landscape from a train is always entertaining, and he was telling about the metro traveling and the views which he is viewing by that viewing of watching landscape. അതായത് ട്രെയിനിലൂടെ യാത്ര ചെയ്യുന്ന സമയത്ത് പുറമേയുള്ള വ്യൂസ് അതായത് ആ ലാൻഡ്സ്കേപ്പൊക്കെ കാണുക എന്ന് പറയുന്നത് അത്രയധികം അദ്ദേഹം എൻ്റർടൈൻ ചെയ്ത ഒരു എക്സ്പീരിയൻസ് ആണ്. But here was a landscape totally different from anything I had ever seen. അദ്ദേഹം ഇതുവരെ കണ്ടിട്ടുള്ള എല്ലാ ലാൻഡ്സ്കേപ്പുകളിലേക്കും വ്യത്യസ്തമായ ലാൻഡ്സ്കേപ്പുകളാണ് അദ്ദേഹത്തിന് അവിടെ കാണാൻ സാധിച്ചത്. But nothing matched the Louvre Abu Dhabi Museum, a marvel by any standards. എന്താണ് പക്ഷേ ഇതിനൊന്നും കടപിടിച്ച് നിൽക്കാൻ പറ്റിയിട്ടില്ല. എന്തിനോട്? ലൂവർ അബുദാബി മ്യൂസിയത്തിനോട്. അത് അത്രയധികം എന്താ പറയുക മാർവലസ് ആയ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇറ്റ് ഹൗസസ് സം ഓഫ് ദ വേൾഡ് മോസ്റ്റ് ഫാസിനേറ്റിംഗ് ആർക്കിയോളജിക്കൽ റിമൈൻസ്, പെയിൻറ്റിങ്സ്, സ്കൾപ്ചേഴ്സ് ആൻഡ് അതർ ആർട്ടിഫാക്ട്സ്. അദ്ദേഹം ഈ ലോകത്തിലെ തന്നെ അറിയപ്പെടുന്ന ആർക്കിയോളജിക്കൽ റിമൈൻസും പെയിൻറ്റിങ്സും സ്കൾപ്ചേഴ്സും ഒക്കെ എവിടെയുണ്ട്? ഈ ലൂവർ അബുദാബി മ്യൂസിയത്തിലുണ്ട്. ഇറ്റ് ക്യാരീസ് ദ നെയിം ഓഫ് ദ ഫേമസ് ലൂവർ മ്യൂസിയം ഇൻ ഫ്രാൻസ് ഓൺ ആൻ എഗ്രിമെൻറ്റ്. ഫ്രാൻസിലെ ലൂവർ മ്യൂസിയത്തിൽ നിന്നാണ് അതിൻ്റെ പേര് എടുത്തിരിക്കുകയാണ്. ഒരു എഗ്രിമെൻറ്റിൽ ആ ഒരു പേര് അവർ കടം എടുത്തിരിക്കുകയാണ്. ആക്ച്വൽ ലൂവർ മ്യൂസിയം ഈസ് സിറ്റുവേറ്റിംഗ് ഇൻ ഫ്രാൻസ്. It has also rendered more than 300 pieces from the Louvre for display. അതുപോലെ തന്നെ ആ ഫ്രാൻസിലുള്ള ലൂവർ മ്യൂസിയത്തിൽ നിന്ന് ഏകദേശം 300ഓളം ഐറ്റംസ്, അതായത് ഈ പറയുന്ന ആർക്കിയോളജിക്കൽ റിമൈൻസും പെയിൻറ്റിങ്സും ഒക്കെ ആയിട്ട് ഒരു 300ഓളം പീസസ് എന്ത് ചെയ്തിട്ടുണ്ട്, അവിടെ നിന്ന് റെൻറ്റിന് മേടിച്ചിട്ട് ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്, UAE ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. I thought it terribly unlucky of me to have spent only half a day in the museum. I would have loved to spend at least a week. അദ്ദേഹം എന്താ പറയുന്നത്, അദ്ദേഹത്തിന് വളരെയധികം സങ്കടം തോന്നുകയാണ്. അദ്ദേഹത്തിന് ആകെ എന്താ പറയുക ഒരു ദിവസത്തിൻ്റെ പകുതി മാത്രമേ ആ മ്യൂസിയത്തിൽ ചിലവഴിക്കാനായിട്ട് സാധിച്ചുള്ളൂ. ബിക്കോസ് വിത്തിൻ ദ ടൈം ലിമിറ്റ് ഹി ഹാഡ് ടു അഡ്ജസ്റ്റ് ദാറ്റ്. ആകെ 2 ദിവസമായിരുന്നു ഉണ്ടായിരുന്നത്, അതുകൊണ്ട് അദ്ദേഹത്തിന് അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ ചെയ്യേണ്ട വന്നു. പക്ഷേ ഐ വുഡ് ഹാവ് ലവ് ടു സ്പെൻഡ് അറ്റ്ലീസ്റ്റ് എ വീക്ക്. പക്ഷേ അദ്ദേഹം എന്താ ആഗ്രഹിക്കുന്നുണ്ട്, ഏകദേശം ഒരാഴ്ചയെങ്കിലും അവിടെ സ്പെൻഡ് ചെയ്യാൻ കിട്ടിയിരുന്നെങ്കിൽ എന്ന് അദ്ദേഹം ആഗ്രഹിക്കുന്നുണ്ട് ആണ് കേട്ടോ. UAE ഒരു ലൂവർ മ്യൂസിയത്തിൻ്റെ ആ ഏരിയൽ വ്യൂ എന്ന് പറയുന്നത്. ഇതിൻ്റെ ഉള്ളിലാണ് എന്താ പറഞ്ഞിരിക്കുന്ന ആ ഒരുപാട് പെയിൻറ്റിങ്സും ആർക്കിയോളജിക്കൽ റിമൈൻസും കാര്യങ്ങളൊക്കെ ഉള്ളത്. ഇത് ആക്ച്വലി ഇത് ബോറോ ചെയ്തിരിക്കുന്ന നെയിം ലൂവർ മ്യൂസിയം ഫ്രാൻസിലുള്ളതാണ്. ഇതാണ് ലൂവർ മ്യൂസിയം ഇൻ ഫ്രാൻസിലുള്ള ഈ ഒരു ലൂവർ മ്യൂസിയത്തിൽ നിന്നാണ് ആ ഒരു പേരും കാര്യങ്ങളൊക്കെ അവർ ഒരു എഗ്രിമെൻറ്റിൻ്റെ ബേസിൽ ബോറോ ചെയ്തിരിക്കുന്നത്. Boarding the flight to Calicut, I wished I had more time for visit like this, at least 2 weeks. അങ്ങനെ കാലിക്കറ്റിലേക്ക് തിരിച്ച് ഫ്ലൈറ്റ് കയറുന്ന സമയത്ത് ഞാൻ ആഗ്രഹിക്കുകയാണ്, എന്താണ്, എനിക്ക് ഇതുപോലെ ഒരു അവസരം കൂടി കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുകയാണ്. അറ്റ്ലീസ്റ്റ് 2 weeks. അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ലിമിറ്റഡ് പീരീഡ് ഓഫ് ടൈം ഒന്നും പോരാ, ഏകദേശം ഒരു 2 ആഴ്ചയെങ്കിലും സമയം എനിക്ക് ആവശ്യമുണ്ട്. Another time, better luck next time, and I might get a chance again. എനിക്ക് ചിലപ്പോൾ ഒരു ചാൻസ് കിട്ടുമായിരിക്കും. ആൻഡ് യു നെവർ നോ, അതാർക്ക് അറിയാം. ആൻഡ് ഹീ ഈസ് എക്സ്പെക്റ്റിംഗ് ഫോർ ദ നെക്സ്റ്റ് ചാൻസ് ടു വിസിറ്റ് UAE, and that much he enjoyed the views from there, but within the limit time, because he got only 2 days for the visit, so that he is not satisfied by the 2 days. എന്തായിട്ടില്ല, അദ്ദേഹത്തിന് ആ ഒരു 2 days കൊണ്ടൊന്നും സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റിയിട്ടില്ല. പക്ഷേ ഒരുപാട് എക്സ്പീരിയൻസും ഒരുപാട് വ്യൂസും അദ്ദേഹത്തിന് ആ യാത്രയിലൂടെ ലഭിച്ചിട്ടുണ്ട്. അപ്പം ചാപ്റ്റർ മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്